പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷം മുതൽ തുടക്കം കുറിക്കുന്ന 4 വർഷ ഡിഗ്രിയുടെ അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് നാളെ ജൂൺ 21-ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നതാണ്. ജൂൺ 21-ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആദ്യം തന്നെ ഒരു കാര്യം പറയണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുള്ള അലോട്ട്മെന്റ് ഷെഡ്യൂളിൽ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് അഡ്മിഷൻ നടപടികളെ കുറിച്ച് പറയുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം പെർമനന്റ് അഡ്മിഷൻ എടുക്കണം എന്നാണ് അലോട്ട്മെന്റ് ഷെഡ്യൂളുള്ളത്. ഇനി വല്ല മാറ്റങ്ങളുണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന മുറക്ക് അത് കാര്യങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ ജൂൺ 21 മുതലാണ് കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിംഗ് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. നാളെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ഒരു ഡെമോ വീഡിയോ വേണമെങ്കിൽ ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നാളെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ അലോട്ട്മെന്റ് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് ഉണ്ടാവും. അങ്ങനെ 2 തരം വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക. ഒന്ന് കിട്ടാത്തവരും ഒന്ന് കിട്ടിയവരും. കിട്ടാത്തവർ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ നെക്സ്റ്റ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിങ്ങും ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല. ഇനി 3rd അലോട്ട്മെന്റിന് ശേഷമായിരിക്കും എഡിറ്റിംഗ് ഓപ്ഷൻ വരിക. അങ്ങനെ വിദ്യാർത്ഥികൾ ഈ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഉണ്ടാവും. കിട്ടാത്ത വിദ്യാർത്ഥികൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുക. കിട്ടിയ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മാൻഡേറ്ററി ഫീ അടക്കുക. നിങ്ങൾ അഡ്മിഷൻ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കണം. മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. അങ്ങനെ മാൻഡേറ്ററി ഫീ അടച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഇനി നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു പ്രക്രിയ, നിങ്ങൾക്ക് ഏതാണോ ഓപ്ഷൻ കിട്ടിയത് അതിന് മുകളിൽ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം. അതിനാണ് പറയുക ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ. അത് 24-ാം തീയതി അവസാനിക്കും. മാൻഡേറ്ററി ഫീ അടക്കേണ്ട സമയം 25-ാം തീയതിയോടുകൂടി അവസാനിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഹയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് നെക്സ്റ്റ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് അലോട്ട്മെന്റ് പ്രക്രിയ നമ്മൾ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിംഗ് ചെയ്യാനുള്ള വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിങ്ങും ഇതിന്റെ കൂടെ തന്നെ ചെയ്യുക. മാൻഡേറ്ററി ഫീ ആയിട്ട് അടയ്ക്കേണ്ട ഫീസ് നമ്മൾ പറയുകയാണ്. SC/ST വിദ്യാർത്ഥികൾ 135 രൂപ, മറ്റു വിദ്യാർത്ഥികൾ 540 രൂപയുമാണ് മാൻഡേറ്ററി ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. ഇത്രയാണ് ഫസ്റ്റ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ എന്താവും, നിങ്ങൾക്ക് ആ ഓപ്ഷൻ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒന്നെങ്കിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടും, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഓപ്ഷനുകളാണ് കിട്ടുക. അടിയിലുള്ള ഓപ്ഷനുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് പോകും. ട്രയൽ അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഈ അലോട്ട്മെന്റിൽ ഓപ്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് അലോട്ട്മെന്റ് കിട്ടുമെന്നുള്ള ഗ്യാരണ്ടി അല്ല. ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് യഥാസമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ സൈറ്റ് ജാമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവിധ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ നമ്മൾ നോട്ടിഫിക്കേഷനായിട്ട് നൽകുന്നതാണ്. ഓക്കെ, താങ്ക് യു.